എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. താല്പര്യമില്ലെന്നേ ഞാൻ ചോദിച്ചില്ല. അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ ആൻസർ കിട്ടുമെന്ന് വെച്ചാൽ നടക്കൂല. അമ്മയിൽ എന്തുണ്ടായി ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. മുട്ടിട്ട് ബാക്കി ഞാൻ പറയാം. ഈ മുട്ട എന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട്. എത്ര വർഷമായി സിനിമ മേലോ വാതിൽ മുട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കില്ല. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചെന്നുള്ളൂ. ജകളയാ ബാക്കി ഞാനിപ്പോ കുട്ടന്റെ ഷിനിഗാമി എന്ന് മാറ്റി പറയേണ്ടി വരും. ഞാനിത് ചോദിച്ചതിന് അത്രയും ചൂടാണ്ടല്ലേ ഒരു കാര്യങ്ങൾ ചോദിച്ചെന്ന് മാത്രമേ. ആ ബോംബ് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിച്ചു. താരസംഘടന അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഒരെണ്ണത്തിനകത്ത് തോക്ക ഇവനെ കൊന്നേനെ. ഞാൻ നയൻതാരനെ ഇങ്ങനെ നോക്കി നിൽക്കുവന്ന ഇയാളാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. കുട്ടന്റെ ഷിനിഗാമി എന്താണ് ഈ സിനിമയുടെ? എനിക്ക് അർത്ഥം ഒന്നും പിടിക്കാം. കുട്ടന്റെ കിട്ടി. കുട്ടന്റെ ചോദ്യം ജാവറിന് കുട്ടന്റെ എന്നതാണ്? എന്തായിരിക്കും എന്താന്നുള്ള എന്താണ് കുട്ടന്റെ? കുട്ടന്റെ എന്താണ്? കുട്ടന്റെ എന്താ അത് നമുക്ക് പറയാലോ അല്ലേ? അത് കുട്ടൻ്റെ അല്ല, നമ്മുടെ ഒരു ജപ്പാനീസ് വേർഡാണ് ഷിനിഗാമി എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ കാലൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ മരണത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരാളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ, ജപ്പാനീസ് കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജപ്പാനീസ് പേര് ഇടാനുള്ള കാരണം ചോദിച്ചോ? ഡയറക്ടറിനെടുത്ത പ്രൊഡ്യൂസർ? ഇല്ല, അങ്ങനത്തെ ചോദ്യം വരുമല്ലോ. കുട്ടൻ്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താ കാലം എന്ന് വേറൊരു ചോദ്യം വരുമല്ലോ. ഒരു കൗതുകം. പിന്നെ എന്തോ ഒരു കാര്യമുണ്ട് അതിൽ, ഒരു ഫാൻറ്റസി ആയിട്ടാണ് കുറച്ച് നമ്മുടെ ഒരു മിത്തും വേറെ തരത്തിലൊക്കെ അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമയാണത്. അപ്പോൾ നമ്മൾ കാണാത്തൊരു തരം പ്രമേയമാണ്. നമ്മളങ്ങനെ പരിചിതമല്ലാത്തൊരു പ്രമേയമാണ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ, സിനിമയുടെ ഘട്ടത്തിൽ വരുന്നത്. ഇതിലെ കഥാപാത്രം എന്താണ്? എൻ്റെ ഈ കുട്ടൻ്റെ ഒരു സന്തത സഹചാരിയാണ്. പുള്ളിയുടെ ചെറുപ്പം മുതലുള്ള ഒരു സുഹൃത്തായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഈ ജാഫറാണല്ലോ കുട്ടൻ. അതെ, ഈ കുട്ടന്റെ യാത്രയിലൂടെ ഒക്കെ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, കുട്ടൻ്റെ ഒപ്പമുള്ള കുറച്ച് ആളുകളുണ്ട്. കാലൻ പിടിക്കാതെ പോകുന്ന ആരാന്ന് സിനിമ കണ്ടിട്ട് നമുക്ക് അത്ര മതി. ഇതിന് ആരെയാണ് കാലം പിടിച്ചോണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം അല്ലെ? പിടുത്തം കൊടുക്കാതെയാണോ ഓടുന്നത്? അത് പറയാമോ? സിനിമ കാണോ? ഉറപ്പായിട്ട് സിനിമ അത് സിനിമ കാണണം. തന്നെയല്ല ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴത്തേനും സാറൊന്ന് ഞാൻ ചേട്ടാന്നാട്ടോ വിളിക്കുന്നത്. ഇപ്പോഴെങ്കിലും വിളിക്കാം. അല്ല ഇപ്പൊ സാറേന്ന് വിളിക്കണം. തമിഴിലൊക്കെ പൊളിച്ചടിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പൊ തമിഴിൽ നിന്ന് വന്ന ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ ഇറങ്ങി നമ്മുടെ ഇന്റർവ്യൂവിന് പെട്ടെന്ന് വന്ന രാവിലെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ ഷിനിഗാമിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടൻ്റെ കാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേര് പല രാജ്യത്തും വെച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അങ്ങനെ ജപ്പാനിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ചെയ്ത, അങ്ങനെ കുറെ ചിന്തിച്ച് പറക്കി ചെയ്ത. ഞങ്ങൾ ഇനി ചെരുപ്പെന്ന് വരുത്താറ്. ചെരുപ്പ് ചെരുപ്പിനത് അവസാന ഷിനിഗാമിന്ന് വരുന്നത് അല്ലേ? അവസാനം കുറെ സിനിമ ഷൂട്ടിംഗ് ഇങ്ങനെ ആക്കി. അതെ, ഷൂട്ടിംഗ് ഒന്നും പറഞ്ഞിരുന്നില്ല. അതെ, പേരാദ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയല്ല, പെട്ടെന്ന് തീരുമാനം. ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് വരുമ്പോ ഒന്നും പേരിട്ടിട്ടില്ല. പേരില്ലാതെയാണ് നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്തത്. ഇന്ന് പേരിട്ടില്ല. താങ്കളും സിനിമയിൽ ഉണ്ടല്ലോ. നമ്മളെയും കൊണ്ടുപോകുന്നോണ്ട് നമുക്ക് നോക്കണമല്ലോ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇതില്. അപ്പൊ ഹൈദരലി അറിയാത്ത കുറെ കാര്യങ്ങളാ. ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഹൈദരലിയുടെ പോർഷനാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ ചർച്ചയിലൊക്കെ അഷ്റഫ് നമ്മളെ പറ്റിച്ചു. പിന്നെയും വിളിക്കാൻ വേണ്ടി വിളിച്ചില്ല. എല്ലാരും പറ്റിച്ചല്ലോ അഷ്റഫ്. പൈസയുടെ കാര്യത്തിൽ മാത്രം പണം പാക്കപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ആരെ കൊണ്ടൊന്ന് 150 രൂപ സ്ഥലം കൂടുതലും നമ്മൾ തിരിച്ചു കൊടുത്തുള്ളൂ. പക്ഷെ എല്ലാം പാക്കപ്പാകും, എല്ലാം അതുകൊണ്ട് അഷ്റഫ് ആരെ എപ്പോൾ വിളിച്ചാലും സിനിമയ്ക്ക് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളെ ചെല്ലും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാ. അല്ല, എനിക്ക് നിങ്ങളെ ഒരു പാട്ടിറങ്ങി, ട്രെയിലർ ഇറങ്ങി. പാട്ടിൽ ഞാൻ ഇതുവരെ കാണാത്ത അഷ്റഫ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് നല്ല ഡാൻസറാ. വേറെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അഷ്റഫിന്റെ ഡാൻസ്. സിനിമകൾ ഇറങ്ങാനിരിക്കണല്ലോ അഷ്റഫിന്റെ ഡാൻസ് ചെയ്ത്. വലിയൊരു സിനിമയിൽ മെയിൻ ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അഷ്റഫ് ഡാൻസ് അല്ല, അഷ്റഫ് ഒരു അടി കണ്ടിരുന്നത്. ഒരു സ്റ്റണ്ട് നല്ല മാസ്റ്റർ ചെയ്തതാണ്. പൊട്ടി പറക്കാൻ ആക്ഷനുണ്ട്. ആക്ഷൻ, കോമഡി, ചിന്താഗതി, ചിന്തിക്കാനുള്ള വകുപ്പ്, പിന്നെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ണൊന്ന് നനയുന്ന ഒരു സംഭവം. പിന്നെ കുറെ അങ്ങനെ എണ്ണി പറയാനായിട്ട് 10 പേരിൽ പോരാ. അപ്പം കുറെ എല്ലാം കൂടെ ഉള്ള എല്ലാത്തിനും കഴിവ് തെളിയിച്ചിട്ടാണ് ഈ സിനിമയിൽ. എല്ലാം ഉണ്ടാപ്പെടുന്നത്.
പ്രൊഡ്യൂസറുമാണ് അല്ലേ? പ്രിയങ്ക എങ്ങനെയുണ്ട് ഈ സിനിമയിൽ? കുഴപ്പമില്ലായിരുന്നു. നാടൻ ക്യാരക്ടർ ചന്ദ്രിക എന്നുണ്ട്. എപ്പോഴും നാടൻ ക്യാരക്ടറാണ് അല്ല അല്ല അല്ല, കുറച്ചൊക്കെ മാറ്റം വരാറുണ്ട്. കുഴപ്പമില്ല. ഇതില് നല്ലൊരു കഥാപാത്രം അല്ല, നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു അല്ലേ? ഇനി വേറെ പ്രശ്നം എനിക്ക് പ്രിയങ്ക ഇരിക്കുമ്പോൾ പ്രേക്ഷകർ ചോദിക്കും, പ്രിയങ്ക ഇരിക്കുമ്പോൾ ഇപ്പം വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ അല്ലേട്ടാ? പ്രിയങ്ക അമ്മയുടെ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ് അവർ. അതുകൊണ്ട് പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ പണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട, എനിക്ക് താല്പര്യമില്ല. വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടെന്നേ. താല്പര്യമില്ലെന്നേ ഞാൻ ചോദിച്ചില്ല പ്രിയങ്ക. എനിക്ക് ഞാൻ പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടുന്ന വെച്ച് നടക്കൂല. എനിക്ക് പറയാനുണ്ട്, പക്ഷെ അതിപ്പോഴല്ല. ഇല്ല, അപ്പഴത്തിൽ എടുത്തിട്ടല്ലോ. അമ്മയിൽ എന്തുണ്ടായി, ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. ഹലോ, ഞാൻ എത്ര വർഷമായി സിനിമ മേലോ വാതിൽ മുട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചെന്നുള്ളൂ. ഇല്ല, അതിന്റെ ആവശ്യം എനിക്കിപ്പില്ലല്ലോ. അത് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. ആ സമയം വരുമ്പോൾ ഞാൻ പറയാം. അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഓടിക്കാനായിരുന്നെങ്കിൽ നമ്മുടെ ഈ പ്രൊഡ്യൂസറിന്റെ കൈ ഓടിച്ചാണ്. അതിനാ പുള്ളി മുട്ടിയോ? ഞാൻ പ്രൊഡ്യൂസർ മുട്ടി. പ്രൊഡ്യൂസർ രാത്രി ഒരു 11:30 മണി ഒക്കെ ആയി കണ്ടു. ഒരു 12 മണിക്ക് ഉള്ളില് മുട്ടി. മുട്ടി അതെ, മുട്ടിട്ട് ബാക്കി ഞാൻ പറയാം. ഈ മുട്ടുക എന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട്. നല്ല രീതിയിലുള്ള മുട്ടല് നമുക്കറിയാം, വല്ല രീതിയിലുള്ള മുട്ടലുകൾ കൈകാര്യം ചെയ്യാനുള്ള മുട്ടൽ എനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞ് ജീവിച്ച ആളാണ് ഞാൻ. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. എന്റെ പ്രൊഡ്യൂസർ അഷ്റഫ്, അതുകൊണ്ട് പല പല മുട്ടലുണ്ടല്ലോ. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മുട്ടിയത് എന്തിനാണെന്നറിയോ? ഞാൻ അന്ന് ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പനി കടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം അത് അറിഞ്ഞ വഴിക്ക് തന്നെ വേഗം വന്ന് എന്താണ് വേണ്ടതെന്ന് അറിയാൻ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി റൂമിനകത്തിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ലെവലിൽ വന്ന് മുട്ടിയതാണ്. മുട്ടി തുറന്ന് പ്രിയങ്ക അങ്ങനെയുണ്ട്. ആ സെക്കൻഡ് തന്നെ ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന ഒരു പ്രൊഡ്യൂസറാണ് അഷ്റഫ്. ആ മുട്ടിലും മറ്റേ മുട്ടിലൊന്നും ഇതിനകത്ത് കണക്ട് ചെയ്യണ്ട. ആ മുട്ടിലാണ് സത്യാവസ്ഥയിലൊരു മുട്ടിൽ. ആ മുട്ടിൽ ഇനി അഥവാ വേറൊരു മുട്ടിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ടെന്നേ. 30 വർഷമായാലും ഈ ഫീൽഡ് ചെയ്യാൻ നിൽക്കണു. അപ്പോൾ ചെകളയാ. ബാക്കി ഞാനിപ്പോ കുട്ടന്റെ ഷിനിഗാമി എന്ന് മാറ്റി പറയേണ്ടി വരും. തൽക്കാലം ഒന്നും പറയണ്ട. പിന്നല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയേണ്ടത് പറയും. അലി സമയം വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയങ്കയുടെ സമയം ഇനിയും ഉണ്ടോ സമയം? അല്ല, ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി സമയം വേണം. അത് ആലോചിച്ച് നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ സംസാരിച്ച് അതിന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഞാൻ സംസാരിക്കും. പ്രിയങ്കയ്ക്ക് പറയാനുണ്ട് ഇതേക്കുറിച്ച്? പറയും, ഉറപ്പായിട്ടും പറയും. അത് അലിയുടെ മുമ്പിൽ ഇരുന്ന് പറയും. അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും ഞാൻ പറയും, എല്ലാം പറയും. എനിക്ക് ഒരു പേടിയില്ല. അമ്മയ്ക്കുള്ളിലുണ്ട് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് ഇനി താരസംഘടനയ്ക്കുള്ളിൽ ഉണ്ടെന്നല്ല പറയേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയം വരുമ്പോൾ ഞാൻ പറയും. പ്രിയങ്ക പറയുമ്പോൾ പല ആളുകൾക്കും കൊള്ളും. അതൊന്നും എനിക്കറിയില്ല. കൊള്ളേണ്ട ഒരു കൊള്ളി കൊണ്ടോട്ടെ. അവർ ചെയ്തിട്ടുണ്ടെങ്കിലേ കൊള്ളേണ്ട കാര്യമുള്ളൂ. ഞാൻ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അതിപ്പോഴല്ല സാഹചര്യം. അപ്പൊ ഈ പ്രിയങ്ക പറയാനുള്ള സമയത്ത് കാലനായിട്ട് വന്ന് പിടിക്കട്ടെ എല്ലാവരും. പിടിക്കണവർ പിടിച്ചോട്ടെ. ഈ സിനിമയ്ക്കും കൂടെ വേണ്ടിയാ പറഞ്ഞു കാലനായിട്ട് വരട്ടെ. എന്നെ പിടിക്കാനാ ഞാൻ ഏരിയയിലില്ലായിരുന്നു. ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. ഇപ്പം ഞാനൊരു അവസരം കിട്ടിയതുകൊണ്ട് പറയാം. ഒരു മാവിൻ്റെ മുകളിൽ ഒരു 100 മാങ്ങ ഉണ്ടാവും. ഒരു 4-5 മാങ്ങ ചീഞ്ഞെന്ന് വെച്ചാൽ മൊത്തം ആൾക്കാരെയും കല്ലെറിയാൻ നിൽക്കരുത്. ഞങ്ങളൊക്കെ നല്ല രീതി, ബാക്കിയുള്ളവർ നല്ല രീതിയിൽ നല്ല ഞാൻ പറയണം. പ്രതികരിക്കേണ്ടത് അപ്പം തന്നെ പ്രതികരിക്കുക. അല്ലാതെ ഇപ്പം ഇതും പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് അടിച്ചു താഴ്ത്തി വെച്ചിരിക്കുക. ജനങ്ങളുടെ ഇടയിൽ മുഴുവനുള്ളത് മുഴുവൻ കേൾക്കുന്നത് നമ്മളാണ്. നമ്മൾ മിണ്ടാതിരിക്കണം എന്തുകൊണ്ടെന്ന്. അമ്മ എന്നൊരു സംഘടന ബഹുമാനിക്കുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. എനിക്ക് ആ ബഹുമാനം ഇപ്പോഴും അമ്മ എന്നൊരു സംഘടനയോടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശബ്ദമടക്കി. ഒരു ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ എപ്പോഴും ഞാൻ ഇരുന്ന് സംസാരിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ മൗനം നിൽക്കുന്ന എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, മിണ്ടുന്നില്ല. ഇനിയും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്താവുമെന്ന് എനിക്കറിയില്ല. മൗനം വിദ്വാത്തിക്ക് ഭൂഷണം. അതുകൊണ്ട് അതിനുള്ള പുറകിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. ജാഫ്രിക്കയിലും ഞാനും അല്ലേ. അമ്മ സംഘടന വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ. എല്ലാവർക്കും അമ്മ വേണമെന്നുള്ള അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളെല്ലാം അമ്മയിലെ മെമ്പർമാരല്ലേ? അതെ. അമ്മ വേണം. അമ്മ ആർജവത്തോട് തിരിച്ചു വരണം. ഇത്രയും വിഷയക്കാർ മാറി നിൽക്കണം. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷൻ വരണം. എല്ലാം വരണം അല്ലേ? മത്സരിക്കുന്നുണ്ടോ? ഇല്ല, മത്സരിക്കാൻ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട്. ബൈലോക്കകത്ത് കുറേ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ജനബോഡി തീരുമാനിച്ച് മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല.
അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും പ്രിയങ്ക സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സംസാരിക്കും. സംസാരിക്കും. ഞാൻ ജനറലായിട്ട് ഇത്ര വിഷയം അലിയായിട്ട് ഞാനൊരു ഒരുമിച്ചിരുന്ന ഒരു ഇന്റർവ്യൂ, കിടിലൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഞാനിത് ചോദിച്ചതിന് അത്രയും ചൂടാണ്ടല്ല, ഞാൻ ഒരു കാര്യങ്ങൾ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് കടക്കരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. പ്രിയങ്ക ഇരിക്കുമ്പോൾ ചോദിച്ചില്ല. അല്ല അലി, ഒരുപാട് പേര് ഇപ്പൊ പത്രത്തിൽ ഒരുപാട് പേര് എന്റെ പുറകെ തന്നെ നിൽപ്പുണ്ട്. കാരണം എന്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ബോംബുണ്ട്. ആ ബോംബ് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും. ആ ബോംബ് പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്നിപ്പം നമ്മൾ ചോദിക്കരുത് എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് വന്നത് നല്ലൊരു പടം, കുട്ടൻ്റെ ഷിനിങ്ങാമി എന്ന് പറഞ്ഞ ജാഫ്രിക്കയും ഇന്ദ്രൻ സേട്ടനും അഭിനയിക്കുന്ന നല്ലൊരു പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു. അതിന്റെ 2 വാക്ക് സംസാരിക്കാൻ വന്നിരുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കാൻ പറ്റാത്തോരല്ലേ നിങ്ങള്, ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതി കൂട്ടമല്ലേ. അങ്ങനെയുണ്ട്. ഇനി ഞാൻ വിട്ട് ഇനി എനിക്ക് നമുക്ക് കുട്ടൻ്റെ ഷിനിഗാമിക്ക് പോവാം. അതെ, നമുക്ക് ആ വഴിയിലേക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളേ. അതെ അതെ അതെ. ജാഫർ, ഈ സിനിമ ഇന്ദ്രൻസും ജാഫറും അല്ലെ മെയിൻ റോളുകൾ നിങ്ങൾ രണ്ടുമാണ് വരുന്നത്. മെയിനായിട്ട് കളിക്കുന്നു. ഇത്തരം ഒരു സബ്ജക്ട് കേട്ട് നമ്മൾ കാലൻ കഥകൾ പറയുന്ന സിനിമകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തമായി എന്താണ് ഈ സിനിമയ്ക്കുള്ളത് ജാഫർ? ഈ സിനിമയിൽ വ്യത്യസ്തത പറഞ്ഞില്ല, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു, പാട്ടം നല്ല പാട്ടുകളുണ്ട്, കോമഡി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കണ്ടിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. എങ്കിൽ പോലും അതിൻ്റെ ഒരു ക്ലൂ തരാം. അത് സിനിമ ഇങ്ങനെ പടം കാണുമ്പോൾ ബാധിക്കുകയൊന്നുമില്ല. നമ്മൾ മരിക്കും, എല്ലാവരും മരിക്കും. മനുഷ്യർ ആണെങ്കിലും മൃഗമാണെങ്കിലും ഒക്കെ മരിച്ചു പോകും അല്ലേ, ആയസ്. ഈ മരിച്ചു കഴിഞ്ഞിട്ട് വരെ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അല്ല, ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി അങ്ങോട്ട് വല്ലാതെ പറയാനും പറ്റിയല്ല. പക്ഷേ ഈ മരിക്കുന്ന ആളില്ലേ, ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സമുദായത്തിലും അതിനൊരു കർമ്മമൊക്കെ ചെയ്യും. 16 അടിയന്തരം. നമ്മൾ മുസ്ലിങ്ങളിലെ കത്തം എന്ന് പറയും, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൽ ചാത്തം എന്ന് പറയും, ഹിന്ദുസിൽ അടിയന്തരം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവമില്ലേ. ഈ മരിച്ച അയാളുടെ ശരീരത്തിൽ നിന്ന് പോയി ആത്മാവ് എവിടെ പോയി, എന്തു പോയി എന്നൊരു സംഭവമില്ലേ അല്ലേ? അതെന്താണ് കാണിച്ചത്, അതെങ്ങോട്ട് പോയി? അപ്പോൾ ഈ പടം കാണുമ്പം അതിനകത്തുനിന്ന് കുറേ അറിയാൻ പറ്റും. അതറിയാൻ പറ്റും എന്ന് പറയാൻ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ പറയുന്നത് എനിക്ക് തന്നെ അത് വല്ലാത്ത ഒരു സംഭവം തോന്നുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു 10-15 ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10-15 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടക്കം ചെയ്യുന്നത്. ആ അടക്കം ചെയ്യുന്ന സമയവും കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കഥ. അപ്പോൾ അത് എത്രയും പറഞ്ഞു വെച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ ആൾക്കാർ കാണുമ്പോൾ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ അലി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലി എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. നമുക്ക് 30 വർഷത്തെ കൂടുതൽ പരിചയമുണ്ട് ഇല്ലേ. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്താണെന്ന് അലി ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ. അലി എൻ്റെ ഒരു സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സുഹൃത്തുക്കൾ വരെ എന്താ കാണിക്കുന്നതെന്ന് അതിനകത്ത് അറിയാൻ പറ്റും. അത്ര ആത്മാർത്ഥത ഉള്ള സുഹൃത്തുക്കളൊക്കെ ഇല്ലേ. അല്ലെങ്കിൽ നാട്ടുകാർ, വീട്ടുകാർ, വൈഫുണ്ട്. അഖിലയാണ് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചത്. മോളായിട്ട് ചന്ദന എന്നൊരു കുട്ടി അഭിനയിച്ചേക്കുന്നത്. പ്രിയങ്ക പ്രൊഡ്യൂസർ അഷ്റഫ് ബ്ലാക്കിൽ ഒരു മനോഹരമായ പക്ഷേ എൻ്റെ കൂട്ടുകാരനായതുണ്ട്. എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാറ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ചെറുപ്പകാലം ഉണ്ട്. സാറിന് ചെറുപ്പകാലം ഇതിനകത്തില്ലേ? ആ ഉണ്ട് പാട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3-4 അങ്ങനെയൊക്കെ പോവാം. അപ്പം അത് കാണണം. അപ്പം ഇത്രയും പറഞ്ഞ നമുക്ക് ഇതിന്റെ ഉള്ളടക്കമാണ് പറഞ്ഞത്. ഇനി സിനിമ കാണുമ്പോഴാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചു ഭൂമിയിലേക്ക് വരുന്നുണ്ട്, അത് തിരിച്ച് വേറെ കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാ മതത്തിനും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമ കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് പോകുന്നത് കൃത്യമായിട്ട് കാണാം. പക്ഷേ ഈ സംഭവം ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന, അതിനകത്ത് മതവും ഒന്നുമില്ല. ഇതെല്ലാ സ്ഥലത്തും ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ശക്തി ഉണ്ടല്ലോ, അത് പോയി. പിന്നെ ചുമ്മാ കിടക്കുന്നൊരു ബോഡിയല്ലേ. അപ്പം പിന്നെ അതെന്താണ് അവിടെ? അതെ, അവിടെയാണ് ഒരു നല്ലൊരു ഭാവന വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ കൺസെപ്റ്റ് ഒന്നും അല്ലാതെ മാറിയിട്ട് എങ്ങനെ അത് ശരിക്കും റൈറ്ററുടെ റൈറ്ററും മാജിക്കൽ റിലേഷൻ ഫാന്റസി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴിലുമാണെങ്കിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്.
മലയാള സിനിമയിൽ വേണ്ടത്ര സുനിലേട്ടൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. എനിക്ക് സ്വയം തോന്നി, ഒരു പ്രേക്ഷകൻ എന്നല്ല, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്നല്ല, ഒത്തിരി ഉപയോഗിച്ചിട്ടില്ല. അത്തരം ഒരു ഫീലൊക്കെ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ തോന്നാറുണ്ട് ഇടയ്ക്ക്. നമ്മളൊരുപോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ. നമുക്ക് എപ്പോഴും പറയില്ലേ, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആക്ടർ ഈസ് ഓൾവേസ് ബഗ്ഗേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് കാരണം നമ്മളങ്ങനെ, പക്ഷെ നമുക്ക് കിട്ടുന്ന കാര്യം എങ്ങനെ മനോഹരമാക്കാം, വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ശ്രമത്തിലാണ്. പലപ്പോഴും ഒരേപോലത്തെ ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരേ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ഡയറക്ടറുടെ കയ്യിലാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു കഥാപാത്രമായിട്ട് സാമ്യമില്ലാത്ത, അപ്പോൾ ഒരു ഡയറക്ടേഴ്സ് ടാലൻ്റാണ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നല്ലൊരു ഡയറക്ടർ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് ഒരാൾ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ആക്ടർ നിലയ്ക്ക് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അല്ല, ആ കഴിവ് കണ്ടതിന് ശേഷം തിരിച്ചു മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഡയറക്ടർമാരുടെ ഒരു സമീപനം? വളരെ വളരെ നല്ല സമീപനം. ഡയറക്ടർമാരെയും പ്രേക്ഷകരെയും ഒക്കെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പലരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അത്തരം കഥാപാത്രങ്ങളാണ് ഇപ്പോൾ തേടി വന്നുകൊണ്ട്. അതെ 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 ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ അതല്ല, എൻ്റെ മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും നമ്മൾ നോക്കിയാൽ മതി. ഒരുപാട് കുറച്ച് കാലമൊക്കെ നിൽക്കുന്ന പലരും ചില സമയത്ത് പുറത്തേക്ക് വരും. ആക്ടർ മാത്രം കഴിവല്ല. ആക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു കുറേ ആളുകൾ കൂടിയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അത് ആക്ടറെ കണ്ടെത്തണം, മറ്റുള്ളവർ കണ്ടെത്തണം, അതിൻ്റെ ഒരു ഇതാണ്. ഈ സിനിമയിലേക്ക് വരുമ്പം വേറിട്ടൊരു കഥാപാത്രം, അതെ അതെ, ഈ സുഹൃത്ത് വലയം, ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു യാത്രയാണ്. ആ സുഹൃത്ത് വലയത്തിൽ ആ സിനിമ ഇപ്പൊ ചെയ്തു വെച്ചിരുന്ന പല സിനിമയിലും വ്യത്യസ്തമായ നല്ലൊരു വേഷമല്ല കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമ. അതെ അതെ തീർച്ചയായിട്ടും. അതെ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് കൊള്ളാം, ഞാൻ ചെയ്താൽ പ്രഷർ. അല്ല, അഷ്റഫ് കുറേ കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ സഹകരിക്കാറുണ്ട്. അതുപോലെ ഋഷിൻ്റെയും മുമ്പ് ഞാൻ സിനിമകളിൽ അദ്ദേഹവുമായിട്ട് ഞാൻ സഹകരിച്ചിട്ടും സംസാരിക്കാൻ സൗഹൃദമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ വിളിക്കുമ്പോൾ ചെല്ലുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് കുറച്ച് വ്യത്യസ്തമായൊരു സിനിമയല്ല. ഈ പ്രിയങ്ക പല കോമഡി കഥാപാത്രം, സീരിയസ് റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സീരിയസ് കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇല്ല, ഇത് സാധാരണ ഒരു നാട്ടുപ്രദേശത്തുള്ള ഒരു സ്ത്രീയാണ്. ചന്ദ്രിക എന്ന പേര്. അഷ്റഫിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നു. പക്ഷേ ഇവരുടെ ഫാമിലിയായിട്ട് കുറച്ച് അടുപ്പമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്തുള്ള മെയിൻ ആൾക്കാർ ഇന്ദ്രൻ സേട്ടനും ജാഫർക്കയും തന്നെയാണ്. അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത് തന്നെ. ഈ പേര് പോലെ തന്നെ അതിനകത്ത് കുറേ ഒരു വലിയൊരു കണ്ടന്റ് ഞാൻ കണ്ടത്. എൻ്റെ ഫുൾ കഥയൊന്നും കേട്ട ആളല്ല ഞാൻ. പക്ഷേ ഇതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഇപ്പം അടുത്തിരിക്കുന്ന ആളാണെങ്കിലും ഭയങ്കര സ്നേഹമായിരിക്കും നമ്മുടെ അടുത്ത് മരിക്കുന്നതിന് മുമ്പ്. ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം കറക്റ്റായിട്ട് കേൾക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. മരിച്ചു കിടക്കുന്ന ആൾക്ക് ആത്മാവുണ്ടെങ്കിൽ അയാൾ കേൾക്കും. അപ്പോൾ അത്രയും നേരം തോളത്ത് കഴിയിട്ടുന്ന ആൾ പറയണത് വേറെ ആയിരിക്കും പറയേണ്ടാവുക. ഇവൻ പോയല്ലോ, സന്തോഷമായി എന്നുള്ള രീതി പറയുമ്പോൾ ഉള്ളൊരു വിഷമം, അതൊക്കെ അതിനകത്ത് കറക്റ്റ് കാണിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ നിന്നിട്ട് ഞാൻ മരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള എന്താണ് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതാണ് ഈ പടത്തിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഈ ജാഫർക്കയാണ് അതിനകത്ത് മരിച്ചു കിടക്കുന്ന ഒരാളായിട്ട്. ഇദ്ദേഹം ഒരു സീൻ കഴിഞ്ഞ് പോയി നിന്ന് വിങ്ങി പൊട്ടുന്നത് ഞാൻ സത്യമായിട്ടും കണ്ടുകൊണ്ട് നിൽക്കുക. ആ സീൻ കഴിഞ്ഞിട്ട് ജാഫർക്കക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാരണം അത് റിയലായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. സത്യം, നമ്മുടെ കുടുംബത്തിലെ അംഗം വരെ, ഇപ്പോൾ ഭാര്യയായാലും മോളാണെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ല തെറ്റുകളും ഒക്കെ ഭർത്താക്കന്മാർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ആണെങ്കിലും. അത് യഥാർത്ഥമായിട്ട് കേട്ടിട്ട് പോയി നിന്ന് ഞാനപ്പോൾ അവിടെ മാറിയിരിക്കണ്ടായിരുന്നു. എന്നെ കണ്ടില്ല ജാഫർക്ക ആ ക്യാരക്ടറിൽ നിന്ന് മാറി വരാൻ വേണ്ടി അവിടെ നിന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് ഈ പടം കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന കാര്യമാണത്. കറക്റ്റായിട്ടും നമുക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ട് പടം തിയേറ്ററിൽ പോയി കാരണം ഇതിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് മാത്രമേ, ഞാൻ ഫുൾ സ്റ്റോറി കേട്ട ആളല്ല. പക്ഷെ അതിൻ്റെ ഒരു ത്രെഡ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് സംഭവം. കാരണം ഇദ്ദേഹം ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ അടുത്തും പോയി നിന്ന് ആത്മാവ് കേൾക്കുന്നുണ്ട്. കൂട്ടുകാരൻ പറയുന്നത്, ഭാര്യ കരയണത്, മോള് പറയണത്. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. കൂടെ നിന്ന് അത്ര പ്രിയപ്പെട്ട സുഹൃത്ത്, കള്ള് ഷാപ്പ്, എവിടെ പോകണം അവിടെ എല്ലാം പോയി നിന്ന് കേൾക്കുമ്പോൾ ഒരു മരിച്ച ഒരാളുടെ ഒരു വേദന എന്താണെന്ന് ആ പടത്തിൽ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ ജനങ്ങൾ ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞ മരണം, നമ്മുടെ കുടുംബത്തിൽ മരണം ഉണ്ടാവും, നമ്മൾ ഒത്തിരി ദുഃഖപ്പെടും. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പൊക്കി പറയുന്നില്ല. മരിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. അത് ഒരു ആത്മാവിന് കേൾക്കാൻ കഴിയുമെന്ന് ഈ സിനിമയിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് ഭയപ്പെടുന്നു. നമ്മളൊക്കെ നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ അത്ര ഒരു മെസ്സേജ് കൂടെ ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് മനസ്സിലായത്. അത് ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണോ ജീവിതം, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഒരു ചിന്താഗതി വരും. അതല്ല ചിന്തിക്കാനും കൊണ്ട് ഞാൻ പറയില്ലേ,
ചിലപ്പോൾ ചിലവര് അതിനകത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ചിലവര് കല്ല് ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ കുറിച്ച് കൂടുതൽ വിഷമിക്കണ്ടാവുക. അവൻ പോയല്ലോ അല്ലെങ്കിൽ അവള് പോയല്ലോ എന്ന്. പക്ഷെ നമ്മളെ ചേർത്ത് നിർത്തിയ ആൾക്കാരാവും. അവള് പോയല്ലോ ഇനി കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. സത്യം മനസ്സിലായി. അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. അത് സാധാരണ ജനങ്ങളുടെ ഇടയിലും മറ്റുള്ളവർക്കൊക്കെ ഈ പടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്ട്രൈക്ക് ചെയ്യും. അത് പടം കാണണമെന്നല്ലേ, പടത്തിലൂടെ പറയാൻ പറ്റുള്ളൂ. ജാഫർ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ പറഞ്ഞു ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ജാഫറിന്റെ ഒരു ഫീൽ ഞാൻ കരഞ്ഞോണ്ട് അല്ലേ. ഞാൻ ഒരു സ്ഥലത്ത് വല്ലാതെ പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഡബ് ചെയ്ത്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചില നമ്മൾ ചെയ്തിട്ടല്ല നമ്മളന്നേരം കാണുന്നത്. നമ്മൾ ഡബ് ചെയ്യുമ്പോഴത്തേന് ആ നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ ആ പോസ്റ്ററിൽ തന്നെ കാണുമ്പോഴത്തേന് ഞാനായിട്ടല്ല അങ്ങനെ അതിനെ കാണുന്നത്. ചില അത് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അവരുടെ വീട്ടിലായിരുന്നു നടക്കുന്നതെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അത് ചിന്തിച്ചു. അല്ലാതെ അങ്ങനെ അത് ഓർക്കുമ്പോൾ അങ്ങനെ വരും. അതാണ് അതിന്റെ സംഭവം. ഇതൊക്കെ കണ്ടിട്ടാണ് ജാഫർക്കാട് ഈ വിഷമം കണ്ടിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ കുട്ടൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ സീൻ എൻ്റെ അടുത്തുണ്ട്. എന്തോ പറ്റിയെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിട്ട് തന്നെ ഞാൻ അസൈൻ ചെയ്തത്. കാരണം ഈ കഥ മനസ്സിലാകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കൂടെ നിന്ന് ഒരാൾ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ആ ഫീലിംഗ് കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അല്ല, ഒരു കൂട്ടുകാരൻ്റെ വേർപാടും ഒരു കൂട്ടുകാരനിലൂടെ യാത്രയും ചെറുപ്പം മുതലുള്ള ചെറുപ്പകാലം ഉൾപ്പെടെ പറയുന്നു. അപ്പം സുനിലേട്ടനൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു അഗാധമുണ്ടല്ലോ അതിലേറ്റിരിക്കുന്നത്. അത് എങ്ങനെ ഓരോ ഇമോഷൻ സീനുകളും എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത്. നിങ്ങളൊക്കെ എന്തും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ജാഫർ ഇപ്പൊ പറയുമ്പോൾ ഡെബിയാമ കയറി ഇപ്പൊ നമ്മളോട് പറയുമ്പോൾ കരയുന്നു. ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ സിനിമയുടെ ഒരു വിജയത്തിന്റെ ഒരു കണികയാണ് കേട്ടോ ഇപ്പൊ ഞാനിവിടെ കണ്ടത്. അത് എല്ലാവരും ഏറ്റെടുക്കുന്ന സിനിമയിലേക്ക് പോകുന്ന യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 തീർച്ചയായിട്ടും. നമ്മുടെ മെയിൻ നമുക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എത്രത്തോളം ഡെപ്ത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് തരത്തിലാണ്. ആക്ടേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി തരുന്ന വെച്ചാൽ ഒരു ആക്ടർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. വ്യത്യാസപ്പെടുത്താനൊന്നും ഞങ്ങൾ നോക്കിയില്ല. കാരണം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കറക്റ്റാണ്. ആ വ്യത്യാസം ഒന്നും വരുത്താൻ നോക്കിയത്. നമ്മൾ ഏതെങ്കിലും പഠിച്ചു ചെന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് മാറ്റി അറിയാമെന്ന് പറയും. പക്ഷെ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു കല്ലുകടി തോന്നിയ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. അങ്ങനെ അയക്കാം അങ്ങനെ ചെയ്യേക്കാം, ആ കുഴപ്പമില്ല. നമ്മൾ തെറ്റാ പറയണമെങ്കിലും അങ്ങനെ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അത്രയ്ക്കൊരു മനുഷ്യനായുള്ള അങ്ങനെ എഴുതി അങ്ങനെ മാന്യമായിട്ട് ഒരു ഡയറക്ടറുടെ ഒരു പദവിയിലൊന്നും നിന്ന് ചെയ്ത പടമൊന്നുമല്ല ഇത്. ആരും ഇതിനകത്തൊരു വലിയ ഒരു സംഭവമൊന്നുമില്ല. അലി വന്നപ്പോൾ തന്നെ അലിക്ക് അറിയാൻ പാടില്ല അലി ലൊക്കേഷൻ കാര്യങ്ങൾ. നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ നമുക്കൊരു അച്ചടിച്ച പോലെ ഡയലോഗ് പറയല്ല. നമ്മളൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം പോലെയാണ് ഞങ്ങളൊക്കെ ഡയലോഗ് പറഞ്ഞത്. അത് ഡയറക്ടറാണ് ആ പ്രിയങ്ക അത് മതിയിട്ട് നന്നായിട്ട് അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറയും. ഇല്ല പിന്നെ ഇതിൽ അഭിനയിച്ചപ്പം ജാഫർക്കാട് ഭാര്യയായിട്ട് അഖില അഭിനയിച്ച കുട്ടിയാണെങ്കിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദന പിന്നെ വേറെ ഒത്തിരി പേര് അതിനകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജാഫറിനെ സംബന്ധിച്ചോളം ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ ജാഫറിന് നല്ല തിരക്കുള്ള സമയം. നമുക്ക് ജാഫറിന് എപ്പോഴും തിരക്കാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഞാൻ. അടുത്ത സുഹൃത്ത് എന്ന നിലയിലും ഒരു പ്രേക്ഷക നിലയിലും കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. ജാഫറിന് ഈ താടിയിൽ നിന്നും മാറി ഇപ്പൊ സിനിമകളൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഓരോ ലൊക്കേഷനിലും പോയി അടുത്ത ലൊക്കേഷൻ ഈ ലുക്ക് തന്നെയാണ്. വിളിക്കുന്നിടത്തുനിന്ന് താടി ഉണ്ടോന്ന് ചോദിക്കും. താടി ഉണ്ടോന്ന് ചോദിക്കും വിളിക്കുന്നവര്. താടിയില്ല എന്ന് പറഞ്ഞാൽ വേഷം, താടി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേഷം കിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ജു നിവിൻ പോളി പടത്തിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് സംഭവമുണ്ട്. 2-3 അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 18-ാം തീയതി തുടങ്ങണ്ട. അപ്പോൾ എന്തോ അവർക്കത് സാങ്കേതികപരമായിട്ട് എന്തോ ഇച്ചിരി മാറ്റം വന്നു. ഒരു മാസത്തേക്ക് മാറി. അപ്പോഴും അപ്പോൾ അതിന് പിടിച്ചിട്ടേക്കുന്ന ഇപ്പോൾ നാളെ കഴിഞ്ഞ് തുടങ്ങുന്ന ഞാൻ പറഞ്ഞില്ല അലിയോട്. ആ പടത്തിലും താടിയും ഒരു പട്ടിയും ഞാനുമായിട്ട് അങ്ങനെ. അപ്പോൾ താടി പഠിക്കാനും പറ്റുന്നില്ല. താടി വേറെ രീതിയായി ഇപ്പോൾ ചെമ്പിച്ചൊക്കെ എനിക്കിപ്പോൾ ഒന്ന് ഇറങ്ങി വല്ലാതെ. അപ്പോൾ താടി മേടിക്കട്ടെ, താടിയെ നമുക്ക് കരിമേടിച്ചെന്നെങ്കിലോ. പക്ഷെ ആ താടി ഇല്ലാതെ ഇപ്പോൾ അടുത്തൊക്കെ പടം വന്നില്ലേ, തലമുറയിലൊന്നും താടിയില്ലല്ലോ. കിട്ടും. 3-4 പടം താടി വേണം. അലി ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഈ ജാഫർക്കാട് ഒരു എഫർട്ട് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു അന്ന്. ഞാൻ പുള്ളിയതായിട്ട് പറയുന്നില്ല കേട്ടോ, ഇക്കാനതായിട്ട് പറയില്ല. രാത്രി വേറെ വർക്കിന് പോകും, പാലക്കാട് ഷൂട്ടിന് പോകും. അതോ നമ്മുടെ വർക്കിന് മുഴുവൻ ഫുള്ള് എന്തോ തലയിൽ എന്തൊക്കെ ഇട്ടിട്ടാണ് ആശം പോണത്. ബ്ലാക്ക് ആക്കിയിട്ട് പോകും. അവിടെ മൊത്തം വെളുപ്പും. ഒത്തിരി ഞങ്ങളൊക്കെ വരുമ്പോൾ 5 മണിക്കൊക്കെ ഇരുന്ന് തല വെളുപ്പും. അപ്പൊ അത്രയും എഫേർട്ട് കൊടുത്ത് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാട്ട് പാടിയില്ലേ? പാട്ട് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യൂ. ആ പാട്ടല്ല നമ്മൾ പാടി. അല്ല പക്ഷെ സിനിമയിലെ ജാഫറിനെ പാടി വേറെ സിനിമയിൽ പാടിയിട്ടുണ്ടോ? വേറെ ഞാൻ അനുഗ്രഹീതൻ ആന്റണിയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നണി ഗായകനായിട്ട് ഇപ്പൊ പിന്നണി ഗായകനായില്ലേ. അശ്വതിന്റെ ഒക്കെ ഡബിൾ പൈസ ആണെന്ന്. ഗായകന്റെ പൈസ, പിന്നണി ഗായകന്റെ പൈസയും
ഇല്ല കുറയ്ക്കുമല്ലേ, ഗായകനെ കുറയ്ക്കും. പാട്ട് പാടാനും അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്ത് പാടിക്കും. അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ വേറൊരു സംഭവം വേറെ എഴുതാന്നേ അത് ചോദിക്കണ്ട. ആശുപരമായിട്ടൊന്നും ചോദിക്കണ്ട. ആ കുഴപ്പമിട്ടേക്കും. ആശയ്ക്ക് ഇന്ന് എന്നോട് പാടിക്കോളാൻ പറഞ്ഞു. പക്ഷെ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് ഞാൻ വേണ്ട പറഞ്ഞു. പാടിക്കോളം പറഞ്ഞു, അങ്ങോട്ട് പൈസ പാടിക്കോളം പറഞ്ഞു. ഷർഷു പറഞ്ഞു പൈസ അങ്ങോട്ട് കൊടുക്കണം പറഞ്ഞു. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചത്. ഇത് റഷീദ് പാറക്കൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, നമ്മുടെ ഡയറക്ടർ പാട്ടെഴുതിയത് അങ്ങനെ. ഈ പാട്ട് എഴുതിയിട്ട് ആ പാട്ട് പാടിക്കാൻ ചിലപ്പം വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അയച്ചു തന്നു, അങ്ങനെ അയച്ചു തന്നു, ലിറിക്സ് അയച്ചു തന്നു. ഞാനത് പാടി നോക്കി. അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് പാടി നോക്കുന്നു പറഞ്ഞ് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പാടിച്ച് കഴിഞ്ഞിട്ട് ഇത് മതി എന്ന് അവരങ്ങ് തീരുമാനിച്ചു. മനോഹരമായിട്ടുണ്ട്. പക്ഷെ നന്നായി സിംഗോ ഉണ്ടല്ലോ, അതേ സൗണ്ട് നമുക്ക് അതിൻ്റെ ഒരു സുഖം ഉണ്ടായില്ല. അതെ, എനിക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏഷ്യാനെറ്റിൽ നിങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ പരിപാടിയിൽ എനിക്ക് ഏറ്റവും ആ ഷോയിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ വന്ന് പാടിപ്പോകുന്ന ആ സീനുകളാണ്. അയ്യോ, അത് നമ്മുടെ സിദ്ദിഖ് ലാലിനും അത് ഭയങ്കര സംഭവം ഉണ്ട് അതിനകത്ത്. അത് ടിനിയില് ടിനി അതിനകത്ത് ടിനിയുടെ സ്വരം വെച്ചുകൊണ്ടൊരു പാട്ടുണ്ടല്ലോ തുടക്കത്തിൽ. അത് അല്ല, തുടക്കത്തിലല്ല, കുറച്ച് കഴിയുമ്പോൾ ആ പാട്ട് തുടങ്ങി ദേവീചന്ദന തുടങ്ങി, അല്ല മറ്റേ സരിക തുടങ്ങി ദേവീചന്ദനയിലേക്ക് വന്നു. ദേവീചന്ദന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഗ്ലാമർ പാട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നേരെ ടിനി കയറിയിട്ട് മറ്റേ ഏത് പാട്ടാണ്, എന്തൊരു ഭയങ്കര സൗണ്ടിൽ അവൻ്റെ സൗണ്ടുമായിട്ട് യോജിച്ചൊരു പാട്ടാണ്. ഈ പാട്ടെല്ലാം പാടി കഴിഞ്ഞ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ലേ, റെക്കോർഡ് ചെയ്ത് ഇത് സ്റ്റേജിൽ വന്നില്ല. അപ്പോൾ സ്റ്റേജിൽ വന്നില്ല, അത് ടിനിയുടെ ഭാഗം പാടിയിട്ട് പോയി, സുമേഷിൻ്റെ ഭാഗം പാടിയിട്ട് പോയി, എല്ലാവരും പാടി, ഹരിശ്രേഷവൻ ചേട്ടനും പാടി, ഒക്കെ പാടി കഴിഞ്ഞിട്ട് എൻ്റെ പാട്ട് പാടിയിട്ടോ. ഇത് പാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ടിനിയിലല്ല, ടിനി ഇതിൻ്റെ ഔട്ട് കേൾക്കാനായിട്ട് സ്റ്റുഡിയോയിൽ പിന്നെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു. കേട്ടപ്പോൾ ഞാനും ഉണ്ട്. ഞങ്ങളതിൻ്റെ ഈ സമയത്ത് പെട്ടെന്ന് ഈ പാടി ടിനി ഒരു ഒറ്റ ചിരിയാണ്, ബോധമില്ലാത്തൊരു ചിരി ചിരിച്ചോട്ടോ. ഓ എന്നും പറയും ചിരിച്ചുകൊണ്ട് എൻ്റെ നേരെ നോക്കുമ്പോൾ ചിരി. അപ്പോൾ എന്താണ് ഗ്ലാമറായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഒരു പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഒരച്ച പോലെ ഒരു ഒച്ചാന്ന് പറഞ്ഞു. എനിക്കും അത് പെട്ടെന്നൊരു ഇത് തോന്നി. ഇത്രയും നല്ല പാട്ടുകൾ നടക്കണത് ഞാനത് എന്നുവെച്ചാൽ എനിക്ക് ക്രാക്കൻ്റെ സ്വരം അറിയാൻ പാടില്ല, ഞാൻ ഇപ്പോൾ ഹൈപ്പിച്ച് പിടിച്ചാലേ ഇച്ചിരി ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത് പാടി. പക്ഷേ ആ വിഷ്വൽ കാണുമ്പോൾ നോക്കിയോ, ഹരിശ്രേഷവൻ ചേട്ടനൊരു പാട്ട് പാടുന്നു, ഞാനൊരു പാട്ട് പാടുമ്പോഴത്തേനും ക്ലോസ് ചെയ്യില്ലെന്നു എല്ലാവരും ഒന്ന് കരയുക. അതിന് ശേഷം ഇപ്പം അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച ടിനി എന്നെ കണ്ടിട്ട് സൂര്യനാണ് അമ്മ ചിരിച്ചു കേട്ടോ, ഭയങ്കര ഇതായിപ്പോട്ടോ മാറ്റാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലത്തോണ്ട് ഞാൻ സൂപ്പർ വെയിറ്റ് കളിക്കില്ലല്ലോ, ഞാൻ സൂപ്പർ വെയിറ്റ് കളിക്കുന്ന ഓർത്തെ നല്ല വെള്ളത്തിൽ. പക്ഷേ അത് വല്ലാതെ ആ മാനസായിക്ക് അത് കറക്റ്റായിട്ട് ചെയ്തു വെച്ചാൽ അയാൾക്ക് ഡയറക്ഷൻ അറിയാമല്ലോ, ഇതിങ്ങനെ പോകും അങ്ങനെ പോകുന്നു അങ്ങേർക്കറിയാം. പക്ഷെ അവൻ പെട്ടെന്ന് നല്ല ഇങ്ങനെ പറയും, അതൊരു ഒച്ച വന്നപ്പോൾ ചിരിക്കൂലേ, അതാ വെച്ച് കണ്ടില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ജാഫറിന്റെ ഇപ്പൊ താടിയാണ് ജാഫറിന്റെ അന്നം എന്ന് പറയുന്നത്. ജാഫറിന്റെ പണ്ട് കാലത്തെ ജാഫറിന്റെ അന്നം ഒരു പാട്ടായിരുന്നു, അറിയോ? ഇല്ല ഇല്ല, പള്ളിക്കെട്ടായിരുന്നു. ജാഫറിന്റെ വീട് വരെ വെച്ചു കൊടുത്ത ആ പാട്ടാന്നാണ് വീടിന്റെ ഒരു പകുതി വെച്ചതാ വീടിന്റെ അല്ലേ. എന്തോരം ശമ്പളം കിട്ടിയതിന് ഇത്ര കൊല്ലായി, 10-30 കൊല്ലമായിട്ട് പാടുമല്ലേ ആ പാട്ട്. ഇങ്ങനെ കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. അപ്പൊ പാട്ടിനോട് അഭിനയത്തിനും എല്ലാത്തിലും ഒരു പ്രിയമാണ് അല്ലേ. ഒരു കലാകാരന് ചേർന്ന എല്ലാം ഉണ്ടല്ലേ. സാഹചര്യത്തിൽ വന്നു പെട്ടാണ്. ഡയറക്ഷൻ എന്നാണ് ഡയറക്ഷൻ ഞാൻ ഒരു 125 വയസ്സ് വരെ 124 വയസ്സ് വരെ മനുഷ്യനായുള്ളൂ. ഞാൻ ഒരു 126-ാമത്തെ വയസ്സിൽ ചെയ്യാൻ എഴുതിയിട്ടാണ്. അറിയാവുന്ന പണിയെടുത്ത ഡയറക്ഷനിലെങ്കിലും ജാഫർ കഥ ഉണ്ടാവും. ജാഫറിന്റെ അതിഗംഭീര ജീവിതത്തിൽ നമ്മളോട് അതെ അതെ നമുക്കറിയില്ല, അത് പലതും സിനിമാറ്റിക് തന്നെയാണ് അയാൾ പറയുന്ന കാര്യങ്ങൾ. നമ്മളോട് വെറുതെ ഇരിക്കുമ്പോൾ സംസാരിക്കുമല്ലേ, അപ്പോൾ എന്തായാലും കഥകളുണ്ടായിരിക്കും, സംവിധാനം കഥ എന്തായാലും ഉണ്ടാവും ഇല്ലേ. സംവിധാനം ഒക്കെ അറിയുന്നവർ, എനിക്ക് ലെൻസ് വരെയാണെന്നറിയാൻ പാടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് വന്നിട്ട് എത്ര പേര് ഇപ്പോൾ വീട്ടിലിരിപ്പുണ്ടെന്നറിയാം. ആ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അതും ഇതൊക്കെ കാണിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നവർ കയറി ഒരൊറ്റ ഡയറക്ഷൻ, പിന്നെ വീട്ടിൽ പിന്നെ എങ്ങനെ വിളിക്കും? ഡയറക്ടറെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റൂ? എന്നാൽ ഡയറക്ടർമാർ അഭിനയിക്കുന്നില്ലേ? പക്ഷെ ആ നിൽക്കുന്ന റേഞ്ചിൽ അഭിനയിക്കാൻ പറ്റൂ? ഒന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിപ്പോൾ ഇരിക്കുക, ഒന്നുമില്ലാതെ ഡയറക്ഷൻ ചെയ്തു ഉള്ള ജോലിയും കൂടെ പോയ ആൾക്കാർ എത്ര പേര് കേരളത്തിലുണ്ടെന്നറിയാം. അപ്പോൾ അറിയാവുന്ന തൊഴിൽ അറിയാവുന്നവരൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ എല്ലാം കൂടെ കൂടി അങ്ങ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോടെ ഇറങ്ങല. അപ്പോൾ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തണം. ആന ചെയ്യുന്നതുകൊണ്ട് ആട് ആഗ്രഹിച്ചാണ്ടല്ലോ കീറിപ്പോവും. ഒരു കാര്യം അതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്.
സുനിലേട്ടൻ ഈ തമിഴ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് സുനിലേട്ടൻ ഒരു കേരളത്തിൽ നിന്ന് തമിഴ് ലൊക്കേഷൻ പോകുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഒരു സ്വീകാര്യത വലുതാണെന്നാണ് ഞാൻ. അതെ അതെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് മലയാളത്തിന് അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ സിനിമകൾ കാണുന്നുണ്ട്. മലയാള സിനിമ ഈ കോവിഡിനൊക്കെ ശേഷം ഒരുപാട് കാണുന്ന തിയേറ്ററുകളിൽ ഇഷ്ടംപോലെ സിനിമകൾ. ഞാൻ അവിടുന്ന് സിനിമ ഈ 2-3 സിനിമ ഞാൻ അവിടെ നിന്നാണ് കണ്ടത്. മലയാളികളല്ല, ഭൂരിപക്ഷം അവിടുത്തെ ആളുകൾ തന്നെ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല സ്വീകാര്യതയാണ് മലയാള സിനിമയെ പറ്റിയും മലയാള സിനിമ നടന്മാർ എല്ലാവരും. കുട്ടന്റെ ഷെനിഗാമി നമുക്ക് തമിഴിലേക്ക് അല്ല തമിഴോട് പോയി കളിക്കാമല്ലോ. തമിഴിലേക്ക് ആക്കേണ്ട ആക്കണം. എന്തിനാ ആക്കേണ്ട ആവശ്യമില്ല. തമിഴ് സിനിമ മലയാളത്തിൽ തന്നെ എല്ലാ സിനിമകളും റിലീസാകുന്നത്. ഈ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ അല്ലേ? സ്റ്റേജ് ഷോകൾ ഒത്തിരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റേജിൽ നാടകം നാടകത്തിൽ നിന്ന് വരുന്നു, പിന്നെ അത് ഓരോ ഷോയ്ക്ക് ചെയ്യുന്നു, പല കോമഡി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്ത് മലയാള സിനിമയിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന വേഷമല്ല ഇത് തന്നെ ആയി പോകുന്നു. ഒരു ടൈപ്പ് ആയി പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട്. അത്ര സീനുകളിൽ നിന്ന് മാറ്റിയത് ഏത് സിനിമയായിരിക്കും? അല്ല അത്ര സീനുകളും മാറിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അടുത്തൊക്കെ അങ്ങനെ തന്നെ ചെയ്തേക്കും കുറച്ച് കാലമായിട്ട്. അല്ല അതിങ്ങനെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വരുന്ന സിനിമകൾ അങ്ങനത്തെ കുറച്ച് വ്യത്യാസമുള്ള സിനിമകളാണെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഒരു മാറ്റമുണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു സുനിലേട്ടൻ ഈ ലൊക്കേഷനിൽ? ഇതിൽ ഞാൻ അധിക ദിവസമില്ല, ഒരു 10 ദിവസം. 10 ദിവസം കൊണ്ട് 30 ദിവസത്തെ ഫലം ഉണ്ട്. അല്ല ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം റിലീസായ ഒരു തമിഴിനെ കുറിച്ച് ചോദിക്കുക. അല്ല അത് ഞാൻ ചോദിച്ചു. ഈ സിനിമയിൽ അല്ല ഇത് 10 ദിവസം കൊണ്ട് 30 ദിവസത്തെ ഷൂട്ടിംഗ് ദിവസം എല്ലാം ഉള്ളതുപോലെ സിനിമയിൽ ത്രൂ ഉണ്ടല്ലോ അല്ലേ? അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. നമ്മൾ 2 ദിവസം ചെയ്താലും സിനിമയിൽ കഥ പറഞ്ഞു പോകുമ്പോ അലിയ പടം കണ്ടോ? ഏത് അദ്ദേഹം ചെയ്തേ? അദ്ദേഹം കണ്ട അതാണ് കണ്ടായിരുന്നു. എന്നെ വന്നിട്ട് സംസാരിച്ചായിരുന്നു. ഇപ്പൊ ചെയ്തത് ഇപ്പൊ ഈ ദിവാലിക്ക് റിലീസിന്റെ ബ്ലഡി ബഗ്ഗർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അത് കവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ, കവിൻ. ഇപ്പോൾ അവിടെ ഒരു അപ്കമിങ് സ്റ്റാറാണ്. അവിടുത്തെ ഡാഡ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ സിനിമകളിലുണ്ടായിരുന്നു. അയാൾ മെയിനായിട്ട് നെൽസൺ ഉണ്ടല്ലോ, നമ്മുടെ ജയിലർ എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്തത് നെൽസൺ അയാൾ നിർമ്മിക്കുന്നു. അയാൾ അസോസിയേറ്റ് ഉണ്ട് ശിവബാല, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ബ്ലഡി ബഗ്ഗർ. 2 ദിവസം മുമ്പ് അതിൻ്റെ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡബ്ബിങ് എങ്ങനെയാണ്? ഡബ്ബിങ് ഞാൻ തന്നെ ചെയ്തത്. ഡബ്ബിങ് ഞാൻ മലയാളിയായിട്ട് അഭിനയിച്ചത്. ഞാനൊക്കെ കാണാതെ പഠിച്ചിട്ടൊക്കെ പറഞ്ഞു ഡയലോഗ്സ്. അപ്പോൾ പിന്നെ അവർ ക്യാരക്ടർ മലയാളി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് മലയാളം ഡയലോഗ്സും ചെറുതായിട്ട് മലയാളമൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് തമിഴൊക്കെ അല്ല തമിഴ് തന്നെ പറയുന്നത്. പക്ഷെ ഇടയ്ക്ക് ഓരോ മലയാളമൊക്കെ അങ്ങനെയൊക്കെ. നമ്മളെന്തായാലും ഇപ്പം തമിഴ് പറഞ്ഞാൽ എപ്പോഴും മലയാള ചോയ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മതി എന്ന് പറഞ്ഞു. ജാഫർ നയൻതാരയുടെ തമിഴ് പറഞ്ഞു. അതെ ജാഫറിനെ ഡബ് ചെയ്ത് അതെ അല്ലേ? പിന്നെ തമിഴല്ലേ? ഞാനത് അവര് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നോട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ നമ്മൾ കുമിളി അതേക്കടി പിന്നെ ഇഷ്ടംപോലെ തമിഴ്. എൻ്റെ വീട്ടിലായിരുന്നു ഒരു 5 കൊല്ലം രാമസ്വാമി എന്ന് പറഞ്ഞിരിക്കാൻ റൂത്തുന്ന ഈ മണ്ണിൻ്റെ പണിക്കൊക്കെ വന്ന് കിടന്നുമ്പോൾ ഈശ്വരൻ മഹേശ്വരൻ മഹേശ്വരി, ആ തള്ളയുടെ വീട് ലക്ഷ്മി, രാമസ്വാമി, ചുരുളിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ചെറുപ്പത്തിലോട്ട് തമിഴ് അങ്ങോട്ടൊക്കെ ഇച്ചിരി ചെറുതോണി അറിയാൻ പാടില്ല. ചെറുതോണിയിലൊക്കെ തമിഴന്മാർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഈ തമിഴ് അറിയണമെന്നില്ല. ഇതിനൊരു ഒരു രീതിയില്ലേ, ആ രീതി പിടിച്ചാൽ മതി. മലയാളം തമിഴാക്കാം. എങ്ങോട്ട് പോകണു എന്നാൽ അവർ നീട്ടും കുറുക്കൂല്ലേ. ഇപ്പം മലയാളമല്ല പറഞ്ഞേ, ഒരു തമിഴ്. അങ്ങനെ ഒരു റൂട്ട് പിടിച്ചാൽ മതി. പിന്നെ പിന്നെ പുള്ളിയെ തെറ്റിയാലും വിട്ടോളാൻ പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് തെറ്റിച്ചില്ല അങ്ങനെയൊക്കെ. പിന്നെ ഒരു വലിയ ആളുടെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വേറെ ഉണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ. പിന്നില്ലാതെ പേടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആ സംഭവമൊക്കെ പറഞ്ഞാൽ 2 ദിവസം വേണം പറയാൻ. അന്ന് കോവിഡും കൂടെയാണ്. ഒരു 3 സെക്യൂരിറ്റിമാർ ഇങ്ങനെ ഇതൊക്കെ അടിച്ചോണ്ടാണ്. ഇത് നയൻസ് ഇങ്ങനെ നടന്നു പോകുമ്പം അപ്പുറത്തേന് മുമ്പ് 2 സൈഡിലും ഇതടിച്ചു പോകും. എന്ത് ഈ അടിക്കുന്ന സാധനം എന്നായിരുന്നു? സാനിറ്റൈസർ. ഈ സാധനം അടിച്ചു പോകും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് അവരുടെ സീറ്റിൽ മൊത്തം ഇങ്ങനെ അടിച്ച് അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഓക്സിജൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓക്സിജൻ ഓറ്റു. ആ കൊച്ചിനെയും എല്ലാം അടിച്ച് ആ സീറ്റൊക്കെ അടിച്ച് അടിക്കും. അപ്പം ഇത് കാണുമോ ഞാൻ വെളിയിൽ നിന്ന് ഞാൻ ചെന്നിട്ട് അഭിനയിക്കാൻ തുടങ്ങിയില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ എനിക്ക് താടി ഉണ്ടാകും. ബ്രോഡാടിയിലെ അച്ഛൻ അത് അവിടെ നിന്ന് പോയി ചെയ്തതാണ്. ഇത്രയും താടി കൊണ്ട് വയ്ക്കുന്നത്. ഞാൻ ഈ ബസ്സാണല്ലോ, ബസ് മണ്ണിനടിയിൽ പോകണമല്ലോ കഥ. അപ്പോൾ ഈ ബസ്സെല്ലാം ഊരാം, ഒരു പീസ് ഊരാം. അപ്പോൾ ഇത് ബസ്സാണെങ്കിൽ ഈ പോർഷൻ മൊത്തം ട്രോളി വഴി അങ്ങ് പോവും.
തള്ളിപ്പോ ഈ ബോഡി അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നല്ല ഷൂട്ട് ചെയ്യാം, ഇവിടെ അങ്ങ് പോകും, ഫ്രണ്ട് മൊത്തം പോകും. ലാസ്റ്റിൽ ഇത്രയും നിങ്ങളോട് സാധനമായിട്ട് വരും ബസ് ഇങ്ങനെ അഴിച്ചു വേണ്ടിയത്. ഞാൻ ഈ ബസ്സിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ കുട്ടിയായിട്ട് പിന്നെ എൻ്റെ ഇൻബോക്സ് എൻ്റെ നോസി പിടിക്കുന്നൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ പയ്യൻ 20 ലക്ഷം പേര് ഇതുള്ളതാ, എന്ത് 20 ലക്ഷം അങ്ങനെയുള്ള ഒരു പയ്യനാണ് ആ കുഞ്ഞു പയ്യൻ. ഇപ്പോൾ ഏതൊരു പടത്തിൽ അവൻ വലിയ ആളാണ്, ഇത് ഏതൊരു വലിയ പടത്തിൽ കമലഹാസൻ്റെ പടത്തിലാണ്. അപ്പം ഈ കൊച്ച് നല്ല സ്വരവും അവനെ കാണാൻ നല്ല രസം കേട്ടോ. ഞാനിവിടെ എൻ്റെ ഞാനിങ്ങനെ ഈ ബസ്സിൻ്റെ പുറത്തിങ്ങനെ വന്നു. അപ്പോൾ ഭയങ്കര ഇരുട്ടാക്കിയപ്പോഴാണല്ലോ. അപ്പോൾ ലൈറ്റ് ഷൂട്ടിന് വേണ്ടി ഡിമ്മാക്കിയ ഷൂട്ട് കണക്കാം. ഞാനിങ്ങനെ സാനിറ്റൈസർ അടിച്ച് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ നോട്ടോ അവൻ്റെ ഇതും ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ നയൻതാര ഇതൊന്നും റേഞ്ചൊന്നും ആ കൊച്ചിനറിയില്ല. അപ്പം ആ കൊച്ചിങ്ങനെ എന്നൊക്കെ പറയുക. ഞാനിങ്ങനെ ഈ കൊച്ചിനിങ്ങനെ നോക്കുകയും എൻ്റെ ഇവിടെ ഒരാൾ ഒന്ന് തോണ്ടി ഞങ്ങൾ തിരിഞ്ഞു നോക്കും. യാറാ നീ ആറ് എന്നോട് ചോദിച്ചു. ഒരു നീല ഷർട്ടും നീല പാൻറ്റും ഇട്ടാണ്, പോക്കറ്റിലൊരു ഇങ്ങനെ പോക്കറ്റ് കയറ്റുക. യാറാ നീ? ഞാൻ പെട്ടെന്ന് മലയാളം നടികർ എന്ന് പറയുമ്പോൾ എന്നടാ നീ എന്നടാ ഏത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കൂ. വിഘ്നേഷ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡല്ല, വേറെ വിഘ്നേഷാണ് എൻ്റെ ഡയറക്ടർ. അവരും പളനി എന്ന് പറഞ്ഞ ഒരു ക്യാമറമാനായിരുന്നു. അപ്പം ഇത് അവരുടെ കണ്ണിൽപ്പെട്ട് ഇവർ ഓടി ഇങ്ങ് വന്നിട്ട് ഇയാൾ എന്നാ പേസിട്ടിരിക്കേ നീ യാറുന്ന് சொன்னேன் ഇയാൾ കേരള പെരിയ ആർട്ടിസ്റ്റാ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ നയൻസിനെ കൊണ്ടുപോകുമ്പോൾ ഒരു തോക്ക് തരും, 4 തോക്കുണ്ടല്ല, ഒരു തോക്കും ഒരു ടോർച്ചും ഉണ്ട്. ടോർച്ച് ഒരു പോക്കലില്ല, ഈ ഇരുട്ടത്തോടെ ലൈറ്റ് അടിച്ച് വരണം, ട്രാക്ക് ഇട്ടേക്കുമല്ലേ. അപ്പോൾ ഈ ഒരെണ്ണത്തിനകത്ത് തോക്ക ഇവനെ കൊന്നേനെ. ഞാൻ നയൻതാരേനെ ഇങ്ങനെ നോക്കി വയ്ക്കുവാന്ന ഇയാളല്ല. അതിന് ശേഷം നടന്ന സംഭവം അത് ഒരു ബീഡിയൊക്കെ വലിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ആ പുറത്തേക്കുമ്പോഴത്തേക്കും ഈ പുള്ളി എന്നെ തപ്പി പിടിച്ച് പയ്യോളി സാർ മല്ലിക്കിടുങ്ങി സാർ ഞാൻ എന്താ സെക്യൂരിറ്റി, നീ എന്താ പെരുസാണെന്ന് தெரியாതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം പറഞ്ഞ് അങ്ങനെ സോൾവ് ആയി. പിന്നെ കാണുമ്പോഴൊക്കെ പുള്ളി ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിവിടെ പാസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാവും, പക്ഷേ ഇങ്ങനെ എക്സർസൈസ് ആയി. അതൊരു ഭയങ്കര യാത്രയായിപ്പോ കേട്ടോ. ഞാൻ അവിടെയും പറഞ്ഞത് അവിടെയും പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല, എന്തായാലും രണ്ടുപേരും തമിഴ് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ തമിഴ് ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ഉടനെ ഒരു തമിഴ് ഒപ്പിച്ചോളൂ, തമിഴ് പിടിച്ചോളൂ. നല്ല നല്ല പേസ് തരും. நமக்கு குற்றஞ்சினிகாமை குறிச்சு தமிழ்ல பேசுங்க. அதான் தமிழ் பேசணுமா? என்ன பேசணும் நீங்க சொல்லு. இந்த இது நடிக்கிறது தெரியுமா உங்களுக்கு? ஒரு ஆள் இந்த ஜாஃபருக்கா, ஒரு ஆள் இந்த இந்திரன். ரொம்ப நல்ல கேரக்டர்ஸ் ரெண்டு பேரும். தெரியுமா? இனி பேசணுமா? நீங்க ஏதாவது கேட்கணும். லொகேஷன் அந்த பாலக்காடு அந்த ஏரியால, ஒற்றப்பாலம் அந்த மாதிரி நாட்டு ஏரியா. அப்புறம் என்ன சொல்லு? வில்லேஜ். வில்லேஜ். நல்லா இருக்கும். എങ്ങനെയെങ്കിലും പറയാൻ നീ അങ്ങനെ പറഞ്ഞാൽ ഈ ഗല്ലി തമിഴ് പറഞ്ഞോണ്ട് നമ്മളെ ഈ സിനിമയുടെ തമിഴ് പറഞ്ഞു. അതെ സിനിമയിലെ തമിഴില്ല അല്ലേ? അതായത് തമിഴില് പേസ ചൊല്ലിയ സിനിമയില് നമ്മള് ഇതിന്റെ മ്യൂസിക് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? പറഞ്ഞു മ്യൂസിക് ആരൊക്കെയായിരുന്നു? എനിക്കത് കറക്റ്റ് അറിയില്ല. മ്യൂസിക് ചെയ്തേക്കുന്ന അയ്യോ അല്ല, എനിക്ക് മ്യൂസിക് ചെയ്തേക്കുന്ന ആളുടെ എനിക്കറിയാമായിരുന്നു. ഒരു പാട്ടുള്ള ജാഫർ പാടി അതല്ലല്ല, വേറെ പാട്ടുണ്ട്. പിന്നെ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട്. അല്ല, ഞാൻ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ ആ ഇതിൽ പോകും. നല്ല പാട്ടുകൾ ഉള്ളതുകൊണ്ടാണ് മനോരമ മേടിച്ചത്. അതെനിക്കറിയില്ല. ഗംഭീര ഒരു പാട്ടുണ്ട്, അത് ഗംഭീരമായ ഒരു പാട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, നല്ല മനോഹരമായ ഒരു പാട്ട്. ഞാൻ പാടിയ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മനോഹരമാണ്. ഞാൻ വെറുതെ പറഞ്ഞ പൈസ കണ്ട് തരില്ല, എനിക്കിപ്പോ കുറ്റബോധം തോന്നും. ഓക്കെ, അല്ലല്ല, നല്ല നല്ല രസമായിട്ട് പാടിയിട്ടുള്ളത്. ഞാൻ പിക്ചറൈസേഷനിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു അപ്പൊ വെറുതെ ഇട്ടതായിരുന്നു ട്രാക്ക്. പിന്നെ നോക്കുമ്പോഴാണ് ജാഫറിന്റെ വേറെ സിനിമകൾക്ക് പാട്ടിന് വിളി വരും. ഈ പടം സാധാരണ ഒരു പടം പോലെ പെട്ടെന്ന് തീർന്നു. ഇത്രയും സംഭവങ്ങളൊക്കെ കോർത്തെനിക്ക് 20 ദിവസം കണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. റിലീസിന് ഒരുങ്ങി എല്ലാം സ്പീഡിലായിരുന്നു ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ അശ്രവ് അങ്ങനെയാ. അശ്രവ് വെച്ചോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് നിന്ന് പോക്ക് ഒന്നുമില്ല. അതിപ്പം ഒരു പടം ചെയ്തിട്ട് നിന്ന് പോകാറായി, പക്ഷെ നിർത്താതെ വെച്ചിട്ട് ഒരു 80% സ്ഥലം പറ്റില്ല. ഒരു 80% സ്ഥലം. അല്ല, അശ്വനെ സംബന്ധിച്ച് നമുക്കറിയാലോ സിനിമയോട് അത്രയും പ്രിയം. സിനിമ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാവും,
ആ സിനിമകൾ എത്രമാത്രം വിജയിപ്പിക്കുക, അതിനാണ് എന്ത് വേണമെങ്കിൽ മുടക്കി പൈസ മുടക്കുന്ന ഒരു അല്ല ഇപ്പൊ അഷ്റഫ് കറക്റ്റ് ആയിട്ട് ഇതായി ടേൺഡ് ആയി ഫീൽഡായിട്ട്. ഞാൻ അഷ്റഫിന് പേഴ്സണൽ അഷ്റഫിനൊക്കെ ഒത്തിരി ആളുകൾ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, അതേ ഞാൻ പറഞ്ഞു. ആ അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ പടത്തിലൊരു കാര്യം ചെയ്യും, പടം കുഞ്ഞതാണെങ്കിൽ ശരി, തീർന്നു പോകുമ്പോൾ എല്ലാവരും അത് തീർത്ത് ഉള്ളത് കൊടുത്ത് വിട്ടേക്കാം. അതുകൊണ്ട് ഞാൻ ഈ പടത്തിനകത്ത് വേറെ സംഭവം പറയാം. ഫുൾ തുക ഫുള്ള് കൊടുത്തിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. നടനൊന്നും പറയുന്നില്ല, പൈസ ഫുള്ളും കൊടുക്കുന്നേ, പിന്നെ വെച്ചേക്കണ്ട. അടുപ്പിച്ചൊരു 6-7 ദിവസം ഡേറ്റാണ്, കറക്റ്റ് എല്ലാം പഠിച്ചോളൂ. ലാസ്റ്റ് പടം തീർന്ന സമയത്ത് ആരോ ഞാൻ പറഞ്ഞില്ല, 100-150 കൂടി പോയി തിരിച്ചു കൊടുത്തു. അല്ല, ഇത്തരം ഒരു പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ കാലങ്ങളിൽ വണ്ടിച്ചെക്കിൽ വരെ പെട്ട ആളുകളുണ്ട്. പ്രിയങ്കയുടെ ഒരു കാലഘട്ടം എടുത്തു നോക്കും. ഇപ്പൊ അല്ല, അങ്ങനെ വണ്ടിച്ചെക്കും ഞാൻ എന്റെ പൈസ ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ മാറി നല്ല നല്ല സിനിമകൾ ഇപ്പൊക്കെ ഇതായല്ലോ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ആയി, ചെക്കൊന്നും ചെക്കില്ല. അപ്പൊ തന്നെ ഗൂഗിൾ പേയിൽ ടിങ് വന്നല്ലോ, എന്തൊരു സന്തോഷം. അതേപോലെ തിരിച്ചു പോകുമ്പോഴാണ് ഒരു വിഷമം. നമ്മൾ ആ ഗൂഗിൾ പേയിലെ പൈസ കുറച്ച് കുറയുമ്പോൾ നമുക്കൊരു വലിയ വിഷമം. പക്ഷേ ഇതിങ്ങനെ വന്ന് വീഴുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ പേയ്മെന്റ് ഒക്കെ നമ്മുടെ മൊബൈലിനകത്ത് കാണാൻ പറ്റും. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. ഇപ്പോൾ ഈ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഫിലിമല്ലേ അന്ന് എന്നോട് പറഞ്ഞു 3-4 ഫിലിം അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ അവിടെ വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൈലന്റ്, എന്തായാലും ഒരു ഡയറക്ടർ അവിടെ നിന്നിട്ട് അതായത് അങ്ങനെ ഡയറക്ടറിന് എനിക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. സമാഹാരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട് പല ഏരിയയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. പുള്ളി പാരഡിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇഷ്ടം പോലെ പാരഡി കഥകൾ, പിന്നെ വേറെ പാട്ടുകൾ, നല്ല പാട്ടുകൾ, പാരഡി പാട്ട്, അതുപോലെ സിനിമ, ഷോർട്ട് കോമഡി നിറച്ചു മുന്നിലുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു കാര്യമാണ്, പിന്നെ ഒരു കാര്യം എന്ന് പറയാൻ വലിയ കുറച്ച് ഭയങ്കര പൈസയൊന്നും മുടക്കി അദ്ദേഹത്തിൻ്റെ ഒരു പടം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ പുള്ളിക്ക് കുറച്ച് പൈസ മുടക്കായ ഒരു പടം പുള്ളി ചെയ്ത ഈ പടം. അപ്പം അതിനകത്തൊരു കുറച്ച് ഇതുണ്ട്. അതുകൊണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം റഷീദ് പറഞ്ഞ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച്, ജാഫർക്കയും ഇന്ദ്രൻ സേട്ടും. അത് ഏറ്റവും വലിയൊരു ഇതാണ്, ഇതുവരെ ആരും വന്നിട്ടില്ല. ഡയറക്ടറിന്റെ ഭാഗ്യം, പ്രൊഡ്യൂസറിന്റെ ഭാഗ്യം, അതിന്റെ ഭാഗമാകാൻ കഴിയുക ആർട്ടിസ്റ്റുകളിലൊക്കെ എല്ലാവരും ഭാഗ്യം. അതുകൊണ്ട് ആ ഡയറക്ടർക്ക് ഞാൻ പറയണേ, ആ ഡയറക്ടർക്ക് ഏറ്റവും നല്ലൊരു പടം തന്നെ പറയാൻ പറ്റും. ഇത്രയും നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ജാഫ്രിക്കയും ഇന്ദ്രൻ സേട്ടനും ഇതുപോലെ അവാർഡൊക്കെ വാങ്ങിച്ച് ഇത്രയും ക്യാരക്ടർ ചെയ്യുന്ന ഒരാളും, രണ്ടുപേരും ഞാൻ പറയണേ ഇവരാണ് സൂപ്പർ സ്റ്റാർസ് തന്നെയായിട്ടാണ് ഈ പടത്തിൽ കാണാൻ പറ്റുള്ളൂ. 20-ാം തീയതിയാണ് റിലീസ്. 20-ാം തീയതി റിലീസ്. 20-ാം തീയതി റിലീസാണ്. അപ്പം ഞങ്ങളും കൂടെ ഒന്ന് പറയണ്ടേ ജനങ്ങളോട്. അപ്പം ഞാനും തുടങ്ങുക, ബാക്കിയുള്ളവർ പറയട്ടെ. പടം എന്ന് പറയുമ്പോഴത്തേനും അറിയാം, എനിക്ക് വ്യക്തമായിട്ടറിയാം, നമ്മളെപ്പോലെയുള്ള മേഖലയൊക്കെ എന്ന് പറയുക ഇടുക്കി, വയനാട്, പാലക്കാട് പോലുള്ള മേഖലയൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ വന്നിട്ട്. അപ്പം എപ്പോൾ തുടങ്ങിയതാണ്, 3-4 കൊല്ലമായി തുടങ്ങിയിട്ട്. അവിടെ നിന്ന് ആൾക്കാർ കരകയറി വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കാണിക്കാനായിട്ട് എൻ്റെ പൈസ ഉണ്ട്, അത് ശരിയായി, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും ഒന്നും ആരും മാറിയിട്ടൊന്നുമില്ല. അപ്പം എല്ലാം മേടിച്ച് പറക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഫാമിലിയായിട്ട് ചെന്ന് കാണാവോ, നമ്മുടെ ഈ പടം ചോദിക്കാവുള്ളൂ. അതായത് ഞങ്ങളുടെ പടം കാണണം എന്ന് നമുക്ക് കൽപ്പിക്കാൻ പറ്റിയല്ല. അപ്പം അത് കാണുക. പിന്നെ ഇനി ഇവർ വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു സർപ്രൈസ് പൊട്ടിക്കും. അത് ഞാൻ പറയാം, സർപ്രൈസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും ഫാമിലിയും ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യം അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആരൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുട്ടൻ്റെ ഷെനിഗാമി തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ഞങ്ങൾക്കുള്ള എല്ലാവിധ പ്രോത്സാഹനം തരിക. ഭയങ്കര താരപ്പകിട്ടിലല്ല, പക്ഷെ 2 ഗംഭീര നടന്മാരെ അഭിനയിക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ ഇത്തരം സിനിമകൾ ആദ്യത്തെ കുറച്ച് ദിവസം താങ്ങി നിർത്തേണ്ട പ്രേക്ഷകർ താങ്ങി നിർത്തി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെയാണ് ആ സിനിമ വിജയിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഈ സിനിമയുടെ ഏറ്റവും പ്രധാന, ഞാൻ നേരത്തെ മ്യൂസിക് എടുത്തത് മനോരമ, ഡിസ്ട്രിബ്യൂട്ടർ എടുത്താണ് ഗോപാലൻ ചേട്ടൻ. സിനിമ ഗോകുലം എടുക്കണമെങ്കിൽ സിനിമയിൽ ഒന്നുമില്ലാതെ അവരെടുക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യം നോക്കുള്ളൂ. പിന്നെ ആരെടുത്താലും ജനം കാണണ്ടേ, ആദ്യത്തെ കുറച്ച് നമ്മുടെ കൂടെ അതാ പറഞ്ഞത്. നമ്മുടെ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആണെങ്കിലും അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരു ഭാഗ്യമുണ്ട്, ഒരു ദൈവാധീനമുണ്ട്. അത്രയും വലിയൊരു ടോപ്പ് ഗോകുലം എടുക്കുക, മനോരമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണണം. തീർച്ചയായിട്ടും. എന്താണ് ശരിക്കും പറഞ്ഞ അസ്രഫിനോട് ഗോകുലത്തിൽ നിന്ന് ചോദിച്ചു എത്ര തിയേറ്റർ വേണമെന്ന് ചോദിച്ചു. അല്ല കുറച്ച് തിയേറ്റർ കിട്ടുമെന്ന് ചോദിച്ചു. അവരൊരു 10,225 നോട്ട് അടിച്ചു കൊടുത്തു. അത് അവരൊന്നും വേണ്ട, ഞങ്ങൾക്ക് 100 മതി എന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് അപേക്ഷിച്ച ആളാണ്. അതായത് മുമ്പ് ചെയ്ത പടമല്ല എന്ന് പറഞ്ഞാൽ 25 തിയേറ്റർ 30 തിയേറ്ററൊക്കെ ആയിരിക്കും.
ഇത് അവരോട് ചോദിച്ചപ്പോൾ എനിക്കൊരു 10-75 എണ്ണം കിട്ടുമായിരുന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവരോട് 225 അടിച്ചു ലിസ്റ്റിരിക്കാച്ചത് ആദ്യത്തെ ലിസ്റ്റ് തന്നെ പേടിച്ചു പോകും. ECCയിലൊക്കെ അടിച്ചു വെച്ചേക്കാ. ഇപ്പൊ പുള്ളി പറയണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ട, പേടിച്ചു പോയി എന്നാ എനിക്ക് തോന്നണേ. അപ്പം സർപ്രൈസ് പൊട്ടിച്ചു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ പടമാണ് പുള്ളിയുടെ, കുട്ടൻ്റെ ഷിനിഗാമി. ബ്ലാക്കിലിൻ്റെ 5ാമത്തെ പടമാണ്. ഈ December to January ഈ മാസത്തിനിടയ്ക്ക് പുതിയ പടം ഷൂട്ട് തുടങ്ങുക. പൂജ ഡിസംബറിലാണ്. അത് ഒരു മുൻനിര, ഇന്നത്തെ ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു മുൻനിര താരം തന്നെ അതിനകത്തൊരു നായകനായിട്ട് വരാൻ വഴിയുണ്ട്. പേര് ഡിക്ലെയർ ചെയ്യുന്നില്ല, പടത്തിന്റെ പേര് ഡിക്ലെയർ ചെയ്യാം. അമോസ് അലക്സാണ്ടർ. അലക്സാണ്ടർ കുട്ടന്റെ ഷിനിഗാമി തന്നെ. അപ്പൊ ഈ അമോസ് തന്നെ. അപ്പൊ നീ ചോദിക്കല്ലേ എന്നോട് എന്താണ് ഇതിപ്പോ ഇതിന്റെ ഇപ്പൊ നമുക്ക് ഉള്ളടക്കം കിട്ടി. മറ്റേത് പറഞ്ഞ ഒന്നുകൂടെ പേര് പറഞ്ഞേ, അമോസ് അലക്സാണ്ടർ. അപ്പൊ അമോസ് എന്താ? അലക്സാണ്ടർ ജാഫർ മൊയ്തീൻ കുട്ടി. എൻ്റെ പേര് ജാഫർ, വാപ്പാടെ പേര് മൊയ്തീൻ കുട്ടി. ചിലപ്പോൾ അതിനകത്തുള്ള നായകൻ്റെ അതിനകത്ത് അത് ചെയ്യുന്ന അലക്സാണ്ടറായിട്ട് ചെയ്യുന്ന ആളുടെ പേര് അമോസ്, അപ്പൻ്റെ പേര് അലക്സാണ്ടർ എന്നായിരിക്കും. അതുകൊണ്ട് തീർന്നില്ല. ഇനി ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും കൊണ്ടുവരും. ഇവിടെ തന്നെ എടുത്തു. അപ്പം അടുത്ത സിനിമയും തുടങ്ങുകയാണ്. റിലീസിനോടൊപ്പം തന്നെ അടുത്ത സിനിമ അത് തുടങ്ങണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തുടങ്ങണ്ട. നമ്മൾ ഉദ്ദേശിച്ച മറ്റേ പറഞ്ഞ ആളെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്, പക്ഷെ പേര് പറയില്ല. അതുകൊണ്ട് നീണ്ടു. അല്ലെങ്കിൽ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഷൂട്ട് നടക്കും. സർപ്രൈസ്. അപ്പൊ അതിന്റെ ഒരു യുവതാരമാണ് അതിനകത്ത് യുവതാരവും പിന്നെ എല്ലാവരും ഞങ്ങളൊക്കെ കാണുന്നേ. ആരും വിടല്ലോ കേട്ടോ, അശ്വനെ പിടിച്ചോണേ. വേണ്ട, അങ്ങനെ ഒന്നും പിടിക്കാതെ തന്നെ അദ്ദേഹം തന്നോളൂ. അപ്പൊ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, അടുത്ത സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ. അശ്വന്റെ 5ാമത്തെ സിനിമ ഇത്, 6ാമത്തെ സിനിമ അനൗൺസ്മെന്റും ആയി കഴിഞ്ഞു അല്ലെ. 6 സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസർ, നല്ല പ്രൊഡ്യൂസർ, അഭിനയിക്കാൻ കഴിവുള്ള പ്രൊഡ്യൂസർ. ഈ സിനിമയിൽ ഡാൻസും ഇനി ആക്ഷൻ ഞങ്ങൾ ഡാൻസാണ് കണ്ടത്. ആക്ഷനും മേടിച്ചു ഡാൻസ് ഞാനും കണ്ടില്ല. ഡാൻസ് കളിച്ചാ ഡാൻസ് അതാരാ അങ്ങനെയൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച അടിയുടെ ആളാ പുള്ളി. പിന്നെ മണിയുടെ വില്ലല്ലായിരുന്നു 3-ാം നാളില്. അപ്പൊ ഈ അടിയും കാണാം, കുറച്ച് ചിരിയും കാണാം, കുറച്ച് ചിന്താഗതിയും കാണാം. എല്ലാം കൂടെ ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ. 20-ാം തീയതിയാണ് റിലീസ്. മറക്കേണ്ട 20-ാം തീയതി. ഈ ജാഫർ പറഞ്ഞ പല തിരക്കുകളുണ്ടെങ്കിലും ആ തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ സിനിമ അന്ന് കാണാൻ പറ്റി. പിറ്റേ ദിവസം കണ്ട് ഈ ഓണത്തിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ഒരു സിനിമയായി മാറട്ടെ. പ്രിയങ്ക, ഇന്ന് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ തമിഴ് പടോ തിരക്കായിട്ട് അവിടെ തമിഴാ. അപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ നമ്മളെ ചെയ്യുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് കറക്റ്റ് വരാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ചാർട്ട് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇന്റർവ്യൂ തരണ്ട ഇന്ന്. ഇല്ലെങ്കിലും നമുക്ക് ഇന്ദ്രസേട്ടന്റെ ആഘോഷത്തിന് 25-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ജഗദീഷൻ തട്ടെ. അപ്പൊ ആ ആഘോഷത്തിന് അല്ലെ. അപ്പൊ ഒത്തിരി സന്തോഷം. നേരത്തെ പറഞ്ഞ വാക്കൊന്നും കൂടെ ആവർത്തിക്കും. ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ചർച്ചയ്ക്ക് പ്രിയങ്ക എന്റെ അടുത്ത് വരണം. സമയം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു പറയും. അതേപടി പിൻവലിച്ചിരിക്കുന്നു. ഞാനത് ചോദിക്കണ്ട എന്ന് വിചാരിച്ച, പക്ഷേ പ്രിയങ്ക ഇരിക്കുമ്പോൾ ചോദിക്കേണ്ടതായി വന്നപ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയട്ടെ. അപ്പോൾ കുട്ടന്റെ ഷിനിഗാമി സൂപ്പർ ഹിറ്റ് ആകട്ടെ. താങ്ക് യു. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.